നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് 9 പ്രത്യേകതയുള്ള നക്ഷത്രക്കാരെക്കുറിച്ചാണ്. ഈ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ പറയുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളുടെ മഹത്വം, ഇവർക്ക് ദൈവാധീനം വളരെ കൂടുതലാണ്. അപ്പോൾ പലരും ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ 9 നക്ഷത്രക്കാർക്ക് മാത്രം ഇത്ര ദൈവാധീനം, മറ്റുള്ളവർക്കൊന്നും ഇല്ലേ എന്ന്? അങ്ങനെയല്ല. ഈ 9 നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈശ്വരാധീനം ജന്മന സിദ്ധിച്ചിട്ടുണ്ട്. എന്തെന്നാൽ ഇവർക്ക് ദൈവം ഒരു വരമായിട്ടാണ് ഈ ഈശ്വരാധീനത്തെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഐശ്വര്യവും ശക്തിയും നിറഞ്ഞ ജന്മങ്ങളാണ് ഈ നക്ഷത്രക്കാരായ ആളുകൾ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടോ സുഹൃത്തുക്കളായിട്ടോ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവർ വളരെയേറെ ഐശ്വര്യമുള്ളവരാണ്. നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ ആ ഗൃഹം വളരെയധികം ഭാഗ്യസമ്പൂർണമാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇവരെ ഒരിക്കലും മനഃപൂർവ്വമായിട്ടോ അല്ലാതെ വിഷമിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ഒന്നും തന്നെ ചെയ്യാനും പാടില്ല. ഇവരെ എന്നല്ല, ആരെയും ദ്രോഹിക്കരുത്. പ്രത്യേകിച്ച് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്ന ഈ നക്ഷത്രക്കാരെ. കാരണം എന്തെന്നാൽ ഇവരുടെ മനസ്സ് നൊന്താൽ, ആ ഒരു കണ്ണുനീർ വീണാൽ അതിനാരാണോ കാരണക്കാരായത് അവരുടെ ജീവിതത്തിൽ പലവിധേനയുള്ള ദോഷങ്ങളും വന്നു ചേരുന്നതിന് കാരണമാകും. കാരണം ഈ നക്ഷത്രക്കാർക്ക് ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവർ മനസ്സുരുകി പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ, അതായത് മനസ്സ് നൊന്താൽ മാത്രം മതി. അവർ ചിലപ്പോൾ നിങ്ങൾക്ക് ദോഷം വരണേ എന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ അത് ദോഷമായിട്ടും ഭാഗ്യക്കേടായിട്ടും മാറാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് അതിനുള്ള ഒരു ശക്തി കൂടി ദൈവം കൊടുത്തിട്ടുണ്ട്. ഒരു അദൃശ്യമായ ഭഗവാന്റെ കൈത്താങ്ങോട് കൂടിയാണ് ഇവർ ഭൂമിയിലേക്ക് ഭൂജാതരായത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ 9 നക്ഷത്രക്കാർക്ക് ഇവരുടെ പ്രത്യേകത, ഇവർക്ക് ഭഗവാൻ ശിവൻ്റെ ഒരു കവചമാണുള്ളത്. അറിയാമല്ലോ, മഹാദേവൻ്റെ കോപവും അതേപോലെ മഹാദേവൻ്റെ ശാന്തതയും. ആ മഹാദേവനാണ് ഇവർക്ക് ഒരു കവചം നൽകി ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ നക്ഷത്രം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് എഴുതാനായിട്ട് മറക്കണ്ട. ഇതിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ്. അറിയാമല്ലോ, കാർത്തിക എന്ന് പറഞ്ഞാൽ തീ നക്ഷത്രമാണ്. ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് പല സാഹചര്യങ്ങളിലും ഭഗവാൻ ശിവൻ്റെ സാന്നിധ്യം ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും. കാരണം പലവിധ പ്രതിസന്ധികളിൽ നിന്നും അപ്രതീക്ഷിതമായി രക്ഷ കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു കാർത്തിക നക്ഷത്രക്കാരിയായ ഒരു വ്യക്തി ഈ വീഡിയോ കേൾക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. പല ഘട്ടങ്ങളിലും ഭഗവാൻ മഹാദേവൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടില്ലേ എന്ന്. കാർത്തികക്കാരെ ഒരു കാരണവശാലും ആരും ദുഃഖിപ്പിക്കരുത്, ആരും വേദനിപ്പിക്കരുത്. ഇവർക്ക് ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായും ഉണ്ട്. ഈ ലോകത്ത് ജനിക്കുന്ന സകല കുഞ്ഞുങ്ങളും, അതായത് നമ്മൾ എല്ലാം ഭഗവാൻ മഹാദേവൻ്റെ കുഞ്ഞുങ്ങളാണല്ലോ. നമുക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. എങ്കിൽ പോലും ചില നക്ഷത്രക്കാരുടെ കാര്യമാണ് ഇവിടെ ഒന്ന് എടുത്തു പറയുന്നത്. അല്ലാതെ ചില ആളുകൾ ഇപ്പോൾ ഇതിന് കമൻ്റായിട്ട് പറയും വേറെ ആർക്കും ഭഗവാന്റെ അനുഗ്രഹം ഇല്ലേ എന്ന്. അങ്ങനെയല്ല, എല്ലാവർക്കും ഉണ്ട്. എങ്കിലും ഒരു പൊടിക്ക് ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം കൂടുതലായിട്ടുള്ളവരാണ് ഈ 9 നക്ഷത്രക്കാർ. അതിൽ ആദ്യത്തെ നക്ഷത്രം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കാർത്തികയാണ്. ഇനി രണ്ടാമത് തിരുവാതിര നക്ഷത്രം. തിരുവാതിര ശിവചൈതന്യം നിറഞ്ഞ നക്ഷത്രമാണ്. പ്രത്യേകിച്ച് തിരുവാതിര നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് വാക്കിനും നോക്കിനും ഒക്കെ ഒരു പ്രത്യേക ശക്തിയുണ്ട്. ഇവരെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം തീർച്ചയായും ഇവരിൽ നിന്ന് തന്നെ കിട്ടും. കാരണം ഇവരുടെ കണ്ണിനും വാക്കിനും ഒരു പ്രത്യേക ശക്തിയുണ്ട്. അത് അവരുടെ കണ്ണിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാനായി സാധിക്കും. ഒരു തീഗോളം കത്തുന്നത് പോലെയുള്ളൊരു പ്രകാശം ഇവരുടെ കണ്ണിന് പ്രത്യേകമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ വേദനിപ്പിച്ചാൽ ആ ഒരു വേദന ഉള്ളിലടക്കി പിടിച്ചുകൊണ്ട് ഇവരൊന്ന് നോക്കിയാൽ മതി നമ്മൾ വെണ്ണീറായി മാറാൻ. അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത നക്ഷത്രം പൂരമാണ്. പൂര നക്ഷത്രക്കാരെ ഇതേപോലെ ആരും അപമാനിക്കാനോ അവരുടെ വിഷമങ്ങൾ കാണാനോ നിൽക്കരുത്. കാരണം ഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ്. എപ്പോഴും തല ഉയർത്തി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പൂര നക്ഷത്രക്കാർ. സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ഇവിടെ നമ്മൾ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ അതേപോലെ എപ്പോഴും കയ്യിൽ ധനമുള്ളവരുമായിരിക്കും. നമ്മൾക്ക് ചില നക്ഷത്രക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും എടുക്കാനായിട്ടില്ലാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. 5 പൈസ പോലും എടുക്കാനില്ലാത്ത. പക്ഷേ ഈ പൂരം നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങനെ ഒരു അവസ്ഥ വരില്ല. എന്തെങ്കിലുമൊക്കെ ഒരു പിടിവള്ളി ദൈവം ഇവരുടെ മുന്നിൽ ഇട്ട് കൊടുക്കും. അതായത് ഭഗവാൻ മഹാദേവൻ തന്നെയാണ് ആ ഒരു പിടിവള്ളി നിങ്ങൾക്ക് തരുന്നത്. ശക്തിയുള്ള നക്ഷത്രമാണ്, സത്യമുള്ള നക്ഷത്രം കൂടിയാണ്.
അടുത്തത് ഉത്തരവാണ്. ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരാണ്. ഒരുപാട് സങ്കടങ്ങൾ ജീവിത വഴിത്താരയിൽ അനുഭവിക്കേണ്ടി വരുന്നവരും കൂടിയാണ്. പക്ഷേ പരാതിയോ പരിഭവവും ഇല്ല. അവർ ആ പരാതി കേട്ട് മുഴുവൻ അവർ ഇറക്കി വെക്കുന്നത് സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ്റെ മുമ്പിലാണ്. അതുകൊണ്ട് ഇവരെ ദ്രോഹിക്കാനോ വിഷമിപ്പിക്കാനോ ചെല്ലില്ല. ഇവർ മനസ്സുരുകി ഭഗവാനെ വിളിച്ച് എന്നെ അവർ വേദനിപ്പിച്ചു എന്ന് അദ്ദേഹത്തോട് പരാതി പറഞ്ഞാൽ തീർച്ചയായും അതിനുള്ള ദോഷം ആരാണോ ചെയ്തത് അവർക്ക് വന്നു ചേരും. അതുകൊണ്ട് ഈ നക്ഷത്രക്കാരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ പോകരുത്. ശിവ ഭഗവാന്റെ കവചം ജന്മസിദ്ധമായിട്ടുള്ളവരാണ്. ഇനി 5ാമത്തെ നക്ഷത്രം മകമാണ്. മക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠരായിട്ടുള്ളവരാണ്. കാരണം ശ്രേഷ്ഠ നക്ഷത്രമാണ്. മകം പിറന്ന മങ്ക എന്ന് നമ്മൾ പറയാറില്ലേ. ഒരു വീട്ടിൽ മകൻ നക്ഷത്രക്കാരി ഉണ്ടെങ്കിൽ അവരെ ഒരു കാര്യത്തിനും മാറ്റി നിർത്തേണ്ടതായിട്ടല്ലേ. ഏതിനും ഓളിനോളായിട്ട് നിൽക്കുന്ന നക്ഷത്രം കൂടിയാണ്. ഐശ്വര്യമാണ്. ഒരു ചടങ്ങിലൊക്കെ ഒരു മകൻ നക്ഷത്രക്കാരിയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ തന്നെ അതൊരു ഐശ്വര്യമാണ്. കാരണം ശിവകവചം ജന്മസിദ്ധമായിട്ടുള്ളതാണ്. അടുത്തത് ഭരണിയാണ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയാനൊരു കഴിവുണ്ട്. ഉള്ളത് ഏതാണോ അത് വെച്ച് കുറച്ച് ആഹാരമാണോ ഉള്ളത് അത് 10 പേർക്ക് വിളമ്പാനുള്ള മനസ്സുമുണ്ട്. അതേപോലെയുള്ള ഐശ്വര്യവും ഉണ്ട്. പൊങ്ങച്ചവും പരിഭവം പറച്ചിലോ ഒന്നുമില്ലാത്തവരാണ്. സത്യസന്ധതയുടെ നേർരൂപം എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. ഭരണി നക്ഷത്രക്കാർ ഭക്തരുമാണ്. മനസ്സുരുകി ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവരെ വേദനിപ്പിച്ചവർക്ക് ശിക്ഷ ഉറപ്പാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. അടുത്തത് ആയില്യ നക്ഷത്രമാണ്. നാഗദൈവങ്ങളുടെ നക്ഷത്രമാണ്. അറിയാമല്ലോ, ഭഗവാൻ മഹാദേവൻ്റെ ഏറ്റവും ശ്രേഷ്ഠവും ഇഷ്ടപ്പെട്ടതുമായ നക്ഷത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സർപ്പദൃഷ്ടിയുള്ളവരാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വേദനിപ്പിച്ചാൽ ഇവരങ്ങനെ മറക്കത്തില്ല. ഇനി ചത്താലും ഇവർ മറക്കില്ല എന്നൊരിത് കൂടിയുണ്ട്. അത് വെച്ച് പ്രവർത്തിക്കുകയില്ല പോലും, എന്നാൽ പോലും മനസ്സിൻ്റെ ഒരു കോണിൽ ഇവരതിങ്ങനെ സൂക്ഷിച്ചു വെക്കും. അതുകൊണ്ട് ഇവർക്കും ഭഗവാന്റെ അനുഗ്രഹമുള്ളതിനാൽ ഇവരോട് കളിക്കാനായിട്ട് നിൽക്കരുത്. മനസ്സുരുകി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫലിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അത് ആ ഒരു ഫലം ഉണ്ടായാൽ അതിനെ മായ്ക്കാൻ നമുക്ക് വേറെ വിദ്യകളൊന്നും അറിയാതെ വന്നു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരാളുടെ കണ്ണീരിന് കാരണമാകാതിരിക്കാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരുടെ കണ്ണീരിന്. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞാൽ ശുദ്ധ ഹൃദയരാണ്. ആരെയും ശപിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും ഇവരെ കൊണ്ട് പറ്റില്ല. എങ്കിൽ പോലും ഇവരുടെ വിഷമം കണ്ട് ഇവർ ശപിച്ചില്ലെങ്കിലോ ഇവർ മനസ്സുരുകിയില്ലെങ്കിലോ പോലും ഇവർക്ക് വേണ്ടി ഭഗവാൻ മഹാദേവൻ ആ വേദനിപ്പിച്ച വ്യക്തിയോട് പകരം ചോദിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ ഇവർക്ക് പ്രത്യേക ഒരു കവചം നൽകിയിട്ടുണ്ട്. എല്ലാ നക്ഷത്രക്കാർക്കും കവചം നൽകിയിട്ടുണ്ട്. വീണ്ടും ഞാൻ പറയുകയാണ്. എങ്കിൽ പോലും ഒരു പൊടിക്ക് ഭഗവാൻ മഹാദേവൻ്റെ ഇഷ്ട നക്ഷത്രക്കാരും ശിവകവചം മറ്റുള്ളവരിൽ നിന്ന് അല്പം പ്രത്യേകതയായി ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ളവരുമാണ് ഈ നക്ഷത്രക്കാർ. ഭഗവാന്റെ അനുഗ്രഹം ധാരാളമായിട്ടുള്ളവരാണ്. ഈ പറയുന്ന 9 നക്ഷത്രക്കാരും തീർച്ചയായും എല്ലാ തിങ്കളാഴ്ചകളിലും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഒരു ജലധാരയും നടത്തണം. അതേപോലെ ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഒരു പൂവളമാല കൂടി സമർപ്പിക്കാൻ മറക്കാതിരിക്കുക. അടുത്തത് 9ാമത്തെ നക്ഷത്രം പുണർദമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് പല സാഹചര്യങ്ങളിലും ഭഗവാൻ ശിവൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പലപ്പോഴും വീഴാൻ തുടങ്ങുമ്പോൾ ഒരു കൈത്താങ്ങായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമസന്ധിയിൽ ഒരു ഫോൺ കോളായിട്ടോ അല്ലെങ്കിൽ ഒരു പൈസയുടെ അത്യാവശ്യം വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സഹായമായിട്ട് ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ദൂതൻ നിങ്ങൾക്ക് പലപ്പോഴും വന്നിട്ടുണ്ടാകും. അതാണ് ഭഗവാന്റെ അനുഗ്രഹം, ഭഗവതിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. വിജയം കൂടെയുള്ള നക്ഷത്രമാണ്. പക്ഷേ ആ വിജയം ലഭിക്കാനായിട്ട് പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യേണ്ടതായിട്ടും വരും. അതൊക്കെ തരണം ചെയ്ത് വരുമ്പോഴായിരിക്കും ഫലം കിട്ടുന്നത്. അവിടെ ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളെ ഉപദ്രവിക്കാനോ വിഷമിപ്പിക്കാനോ പോകരുത്. ഇവരുടെ കണ്ണീരൊരു പ്രത്യേക ശക്തി കൂടിയുണ്ട്. ആ കണ്ണുനീരിനൊരു വീഴാനൊരു വ്യക്തി കാരണമായെങ്കിൽ അത് ദോഷത്തിലേക്ക് തന്നെയായിരിക്കും നയിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ 9 നക്ഷത്രക്കാർ. നിങ്ങളുടെ വീട്ടിലോ പരിചയത്തിലോ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഇവരെ കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതേപോലെ ഇവരുടെ കണ്ണുനീരിനോ ഇവരുടെ വിഷമത്തിനോ ഒന്നും ആരും കാരണക്കാരാകരുത്. ഇവരുടെ സന്തോഷത്തിന് കാരണക്കാരായ അതുവഴി ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാവർക്കും ഭഗവാൻ മഹാദേവൻ തുല്യമായിട്ട് തന്നെയാണ് എല്ലാവരെയും സ്നേഹിക്കുന്നത്. എങ്കിൽ പോലും ശിവകവചം ജന്മനാ തന്നെ സിദ്ധമായിട്ടുള്ള 9 നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറഞ്ഞത്. അപ്പോൾ ഈ അധ്യായം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.